സങ്കീർത്തനം 118:6. മനുഷ്യരെ വല്ലാതെ ഭയപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവനെ പേടി, ഇവനെ പേടി. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഒരുവന് നമ്മളെ എന്തോ ചെയ്യാൻ കഴിയും? നമ്മളെ ചിലപ്പോൾ ആക്രമിക്കാൻ കഴിയും, പേര് ദോഷം വരുത്താൻ കഴിയും, ചിലപ്പോൾ നമ്മളെ ഇല്ലാതാക്കാൻ കഴിയും. ഇത്രയൊക്കെയല്ലേ കഴിയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജീവിതം അങ്ങ് തീർന്നു എന്ന് കരുതരുത്. അതൊന്നുമല്ല ജീവിതത്തിൻ്റെ അവസാനം. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. ഈ ചെറിയ 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 ആരോപണങ്ങളിൽ, ചെറിയ കുത്തുവാക്കിലൊക്കെ പകച്ചുപോയി ഭയപ്പെട്ടിരിക്കുന്നതിൽ സ്നേഹമുള്ളവരെ, നമ്മൾ അനേകം പേരെ കാണുമ്പോൾ നമ്മളതിൽ നിന്ന് മാറി നിൽക്കണം. എങ്ങനെയാണ് നമ്മൾ മാറി നിൽക്കുന്നത്? കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറുക. കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറുമ്പോൾ ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. ഭയം എന്ന ആ വലിയ ഭീകര അനുഭവം ജീവിതത്തിൽ നിന്ന് മാറും. നിൻ്റെ ജീവിതത്തിൽ ഭയത്തെ നേരിടാനുള്ള കൃപയുടെ അനുഭവം ജീവിതത്തിൽ സ്വന്തമാകും. കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നോട്ടെ, സങ്കീർത്തനം പറയുകയാണ്, എന്ത് പ്രതിസന്ധി വന്നോട്ടെ, എന്ത് ഭയപ്പെടുന്ന കാറ്റും കോളും ജീവിതത്തിൽ വന്നോട്ടെ, രോഗം വന്നോട്ടെ, സങ്കടം വന്നോട്ടെ, കടബാധ്യത വന്നോട്ടെ, ആക്സിഡൻറ്റ് വന്നോട്ടെ, ഒന്നും എന്നെ തകർക്കില്ല. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവൻ കർത്താവാണ്, ചില്ലറക്കാരനല്ല, കർത്താവാണ്. ആമേൻ.